आज की हिंदी कक्षा में सभी को स्वागत है। इन्नते हिंदी क्लाസ്സിലേക്ക് ഏവർക്കും स्वागतम। विष्णु प्रभाकर हिंदी साहित्य के जाने माने लेखक। उनकी एक छोटी सी कहानी है जज का फैसला। पिछले कक्षा में हमने पढ़ा था कि एक ट्रेन यात्रा के ज़रिए जज का फैसला कहानी आगे चलता है। यात्रियों ने आपस में बातचीत करते हैं। एक सेवानिवृत्त जज जो इस कहानी के एक मुख्य पात्रों में एक है, वह कहता है कि वह एक विचित्र मामले के लिए न्याय किया है। उनके अनुसार मामले का संबंध मानव चरित्र से है। उसके बाद इंजीनियर जो दूसरा पात्र है, वो कहता है कि दुर्घटनाओं के समय ऐसे कुछ लोग होते हैं जो दूसरों का शोषण या उनके सामान लूट लेते हैं। इसी प्रकार सब यात्री अपना अपना कल्पना शक्ति का प्रयोग करते हैं, लेकिन सबका कल्पना जज ने गलत साबित करता है। फिर जज ने कहना शुरू करता है कि वह दुर्घटना की रात गाड़ी में अन्य यात्रियों के साथ एक सुंदरी भी मौजूद थी। उसको देखने से सबका भूख मिट जाते हैं। वह नवविवाहित दुल्हन जैसी हैं। उनकी शादी होकर 5 साल हो चुके हैं। इतना ही हम पिछले कक्षा में पढ़े थे। चलते हैं आगे की ओर। इन 5 वर्षों ने उसके व्यवहार में जो कुछ अंदर डाला था, यही था कि अब वह कुछ नटखट भी हो चली थी। ആ നവവധുവിൻ്റെ 5 വർഷത്തിലെ ഏക മാറ്റമെന്ന് പറയുന്നത് കുറച്ച് കുസൃതി കൂടി എന്നുള്ളതാണ്. നട്കട്ടെന്ന് പറഞ്ഞാൽ കുസൃതിയാണ്. അവളുടെ പെരുമാറ്റത്തിൽ കുറച്ച് കുസൃതി കൂടി എന്നല്ലാതെ വേറൊരു മാറ്റവും ഈ 5 വർഷം കൊണ്ട് ഉണ്ടായിട്ടില്ല. इन 5 वर्षों ने उसके व्यवहार में जो कुछ अंदर डाला था, यही था कि अब वह कुछ नटखट भी हो चली थी। लेकिन इसके कारण से अपने पति को और भी प्रिय हो गई. പക്ഷേ ആ കുസൃതി കാരണം അവളുടെ ഭർത്താവിന്, ഹസ്ബൻഡിന് അവൾ കുറച്ചും കൂടെ പ്രിയങ്കരിയായി മാറുകയാണ് ഉണ്ടായത്. उसके पति उस ट्रेन में उसके साथ थे. അവളുടെ ഭർത്താവ്, ഹസ്ബൻഡ് അവളുടെ കൂടെ ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു. वे इंटर क्लास में थे और सहयात्रियों ने उसके लिए पूरी बर्थ छोड़ दी थी. അവർ ഇൻ്റർ ക്ലാസ്സിലായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷേ അവരുടെ യാത്രക്കാർ അവർക്ക് വേണ്ടിയിട്ട് फुल बर्ത്തും അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തു. वे इंटर क्लास में थे और सहयात्रियों ने उनके लिए पूरी बर्थ छोड़ दी थी, क्योंकि उनमें से बहुतों को ये गलतफहमी हो गई थी कि वे अभी अभी विवाह करके लौट रहे हैं. കാരണം ആ യാത്രക്കാരിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ട്രെയിനിലെ യാത്രക്കാർക്ക് മിക്കവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എന്തെന്നാൽ അവർ ഇപ്പം വിവാഹം കഴിഞ്ഞിട്ട് മടങ്ങുകയാണ് എന്ന്. बहरहाल उनकी ज़िंदगी एक रंगीन पैमाने की तरह थी, जो केवल उन्हीं को नहीं महका रही थी, बल्कि आसपास वालों को भी खुशबू से तरकर रही थी. എന്നിരുന്നാലും ബഹർഹാൽ എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും അവരുടെ ജീവിതം एक रंगीन पैमाने की तरह थी. ഒരു കളർഫുൾ ആയിട്ടുള്ള ലൈഫായിരുന്നു അവരുടേത്. ഒരു കളർഫുൾ അളവുകോൽ പോലെയായിരുന്നു. രംഗീൻ പൈമാൻ എന്ന് പറഞ്ഞാൽ മെഷർമെൻ്റാണ്, അളവുകോലാണ്. അപ്പോൾ അതുപോലെയായിരുന്നു, കളർഫുൾ അളവുകോല് പോലെയായിരുന്നു അവരുടെ ജീവിതം. അത് അവർക്ക് മാത്രമല്ല, ജോ കേവൽ ഉനീക്കോ നഹി മഹക്കാ രഹിത്തി, അവരെ മാത്രമല്ല അവരുടെ ജീവിതം സുഗന്ധം ഉണ്ടാക്കുന്നത്. ബൽക്കി ആസ്പാസ് വാലോം കോ ബി ഖുഷ്ബു സെ തർക്ക രഹിത്തി, പക്ഷേ അവർക്ക് ചുറ്റുമുള്ളവർക്കും സുഗന്ധം കൊണ്ട് അവർ സമ്പന്നമാക്കി. അവരുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെയും അവർ സമ്പന്നമാക്കി. അതായത് ആ യാത്രക്കാർ, ആ നവവധു, അതുപോലെ അവരുടെ ഹസ്ബൻഡും അവരുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർക്കും സന്തോഷമായി. ഖുഷ്ബൂസെ തർക്കർ രഹിത്തി എന്ന് പറഞ്ഞാൽ സമ്പന്നമാക്കുക, സുഗന്ധം കൊണ്ട് സമ്പന്നമാക്കുക. വേ പ്യാർ കെ ഉൻ ക്ഷണോं को जी रहे थे जिनकी याद बहुतों के जीवन का संबल होती है और गाड़ी उड़ी जा रही थी. അവരുടെ സ്നേഹം, അവരുടെ പ്യാർ കെ ഉൻ ക്ഷണോं को, അവർ ആ നിമിഷത്തിൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്നേഹത്തിൻ്റെ നിമിഷം അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ജിൻകി യാദ്,
ആ ഓർമ്മകൾ ഭൂത്തോं കെ ജീവൻ കാ അവരുടെ ആ ഓർമ്മകൾ പ്രണയിനികൾ അതുപോലെ വിവാഹം കഴിഞ്ഞ വധുവരന്മാരുടെ ജീവിതം തുടക്കകാലത്ത് എങ്ങനെയാണോ അതുപോലെ ആണ് ഇവിടെ ഇവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജിൻകി യാദ് ഭൂത്തോं के जीवन का संबल होती है और गाड़ी उड़ी जा रही थी. എല്ലാവരുടെയും ജീവിതം അത് അവർ സഹായകരമായി ആ നവവധുവും വരനും എല്ലാവരെയും സന്തോഷകരമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഗാഡി ഉടി जा रही थी, കടകടാത്തി चिल्लाती धुआं उगलती और अंधकार की छाती में प्रकाश का छोरा बहती. തീവണ്ടി പറന്നു പോകുന്ന പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിവേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഗാഡി ഉടി ജാ രഹി തി എന്ന് പറഞ്ഞത്. കിടക്കിടാത്തി കിടക്കിട എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട്, ചില്ലാത്തി നിലവിളിച്ചുകൊണ്ട്, ധുവാ ഉഗൽത്തി പുക പറത്തിക്കൊണ്ട്, ഒരു അന്ധകാർ കി ചാത്തി മേ പ്രകാശ് കാ ചോര ബഹത്തി അന്ധകാരമാകുന്ന നെഞ്ചിൽ പ്രകാശത്തിൻ്റെ കത്തി കുത്തിക്കയറ്റുന്നത് പോലെയാണ് അവിടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ചാത്തി എന്ന് പറഞ്ഞാൽ നെഞ്ചാണ്, ചൂര എന്ന് പറഞ്ഞാൽ കത്തിയാണ്. ചൂരയ്ക്ക് ഉപമ ദേനെ പർ യാത്രി കുച്ച് ചോക്കെ. കത്തി പ്രയോഗം, കത്തിക്കൊണ്ടുള്ള ഉപമ പറഞ്ഞത് കേട്ടിട്ട് യാത്രക്കാരൊക്കെ ഒന്ന് ഞെട്ടി. നമ്മുടെ ജഡ്ജിയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ജഡ്ജി അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അദ്ദേഹം ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കത്തിയുടെ ഉപമ കേട്ടിട്ട് എല്ലാ യാത്രക്കാരും ഒന്ന് ഞെട്ടി. पर कथा सूत्र की उत्सुकता ने उन्हें मौन ही रखा. പക്ഷേ കഥാസൂത്രത്തിൻ്റെ ഉത്സാഹം കാരണം എല്ലാവരും മൗനമായിട്ട് തന്നെ ഇരുന്നു. ഒന്ന് ഞെട്ടിയെങ്കിലും അവരൊക്കെ ഒന്ന് മൗനമായിട്ട് ഇരുന്നു. കാരണം വളരെ ഉത്സാഹം നിറഞ്ഞ കഥയാണ് ഇവിടെ ജഡ്ജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. और जज साहब का एक क्षण बाहर जाकर फिर बोलने लगा. നമ്മുടെ ജഡ്ജി സാറ് ഒരു നിമിഷം ബാഹർ ജാങ്കർ പുറത്തേക്ക് എത്തി നോക്കിയിട്ട് വീണ്ടും പറയാൻ തുടങ്ങി. ഉനോനെ അബ് അപ്നി കോഹ്നി കിടക്കിക്ക് പുഷ്ത് പർ ടിക്കാലി. അദ്ദേഹം തൻ്റെ കൈമുട്ട്, കോഹ്നി എന്ന് പറഞ്ഞാൽ കൈമുട്ടാണ്, കൈമുട്ട് നമ്മുടെ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൻ്റെ വിൻഡോയിൽ കൂടെ, വിൻഡോയിൽ കൂടെ പുഷ്ത് പർ ടിക്കാലി സൈഡിലേക്ക്, അതിൻ്റെ പുറത്തേക്ക് ഇട്ടു തൻ്റെ കൈമുട്ട്. उनके मोटे होंठ कुछ इस तरह ऐंठने लगे जिस तरह हमला करने से पूर्व मेंढक खाने वाला सांप ऐंठता है. അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ, നമ്മുടെ ജഡ്ജി സാറിൻ്റെ ചുണ്ടുകൾ ഇതുപോലെ ഒന്ന് സങ്കോചിക്കാൻ തുടങ്ങി. ഏണ്ടനെ ലഗ എന്ന് പറഞ്ഞാൽ സങ്കോചിക്കുക, ചുരുക്കുക. അദ്ദേഹത്തിൻ്റെ തടിച്ച ചുണ്ടുകൾ സങ്കോചിപ്പിച്ചു അല്ലെങ്കിൽ ചുരുക്കി. എപ്രകാരം ജിസ് തരഹ് ഹമല കർണേ സെ പൂർവ് മേണ്ടക് കാനേ വാല സാമ്പ് എഴുത്താ ഹെ. എപ്രകാരമാണോ ഒരു പാമ്പ് ഒരു തവളയെ ആക്രമിച്ച് അതിനെ ഭക്ഷിക്കാൻ പോകുമ്പോൾ സങ്കോചിക്കുന്നത്, അതുപോലെ ഒന്ന് തൻ്റെ തടിച്ച ചുണ്ടുകൾ ഒന്ന് ചുരുക്കി. ഉസ്കെ ദാന്ത് തോ ഹോത്തെ ഹെ പർ ഉൻമേ സഹർ നഹീ ഹോത്താ. പക്ഷേ ആ പാമ്പിന് പല്ലുകളുണ്ടാകും, പക്ഷേ വിഷമുണ്ടാകില്ല. സഹർ पॉइसन, विषम. उन्होंने कहा रात हो गई थी और रेलगाड़ी पूरी गति से दौड़ रही थी. അദ്ദേഹം പറഞ്ഞു വളരെ രാത്രി ആയിരുന്നു, അതുപോലെ റെയിൽഗാഡി പൂരി ഗതിസെ വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രായ സഭി യാത്രി ഊങ്കനെ ലगे पर वह दंपति अब भी പ്രേമാലാപമേ വ്യസ്തത. വളരെ സ്പീഡിൽ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ എല്ലാ യാത്രക്കാരും ഊങ്കനെ ലगे എന്ന് പറഞ്ഞാൽ ഉറക്കം തൂങ്ങാൻ തുടങ്ങി. पर वह ദമ്പത്തി, പക്ഷേ ആ ദമ്പത്തി, ആ ഭാര്യയും ഭർത്താവും അപ്പോഴും പ്രേമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രേമാലാപത്തിൽ അവർ ബിസിയായിരുന്നു, ബിസി. पत्नी ने कई बार कहा अब सो जाइए. അദ്ദേഹത്തിൻ്റെ പത്നി അവരോട് പറഞ്ഞു, ഇനി ഉറങ്ങിക്കോളൂ. पति ने मुस्कुराकर जवाब दिया, न जाने क्यों आज नींद भी तुमसे बात करने को उत्सुक है.
അപ്പോൾ അവരുടെ ഭർത്താവ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു, പത്നിക്ക് മറുപടി കൊടുത്തു, എന്താണെന്നറിയില്ല, ന ജാനെ ക്യോ ആജ് നീന്ത് ബി തുംസെ ബാത് കർനെ കോ ഉത്സുക് ഹെ. ഇന്ന് ഉറക്കവും നിന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഉത്സാഹമായിട്ട് നിൽക്കുകയാണ്, ഉത്സാഹിതനാണ്. ഇന്ന് ഉറക്കവും നിന്നോട് സംസാരിക്കാൻ ഉത്സാഹിതനാണ്. തോമേ സോത്തിഹും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വധു പറഞ്ഞു, എന്നാൽ ഞാൻ ഉറങ്ങാം. സപ്നോമേ ഉസേ ബാത്തേ കറൂങ്കി. പത്നി കിൽക്കിലാക്കർ പടി. എന്നിട്ട് പറഞ്ഞു, സ്വപ്നത്തിൽ സംസാരിക്കാമെന്ന്. അത് പറഞ്ഞുകൊണ്ട് പത്നി ചിരിക്കാൻ തുടങ്ങി. പതി ബോല, അബ് ജോ ഹെ വോ ക്യാ സപ്നെ സെ കുച്ച് ഭിന്ന ഹെ. ഇപ്പം എന്താ നടക്കുന്നതൊന്നും സ്വപ്നത്തെക്കാളും വ്യത്യസ്തമാണോ? സ്വപ്നവുമായി എന്താണ് വ്യത്യാസമുള്ളത്? പതിനെ ബോല, അബ് ജോ ഹെ വോ ക്യാ സപ്നെ സെ കുച്ച് ഭിന്ന ഹെ. ഇപ്പോൾ നടക്കുന്നതും സ്വപ്നം തന്നെയാണ്, സ്വപ്നത്തിൽ നടക്കുന്നത് പോലെ തന്നെയാണ്, വ്യത്യസ്തമല്ല. തും സ്വയം ഏക്ക് സ്വപ്ന ഹോ. നീ സ്വയം ഒരു സ്വപ്നം തന്നെയാണ്, നീ എന്നെ സംബന്ധിച്ച് സ്വപ്നമാണ്. പത്നി ഹസ്ബടി. അത് കേട്ടതും ഭാര്യ ചിരിക്കാൻ തുടങ്ങി. സ്വപ്നയ്ക്ക് ഭാവന ഹെ പർ മേ സത്യ ഹോ. നിങ്ങൾ പറഞ്ഞ പോലെ സ്വപ്ന ഞാനല്ല, അതൊരു ഭാവനയാണ്. പർ മേ സത്യം, പക്ഷെ ഞാൻ സത്യമാണ്. തുമാരെ സാമനെ ബേട്ടി ഹോ, തും മുझे छू सकते हो. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ സ്പർശിക്കാം സാധിക്കും. അതായത് സ്വപ്നവും ജീവിതവും എന്താണെന്ന്, റിയാലിറ്റിയും സ്വപ്നവും ഡ്രീമും എന്താണെന്ന് ഇവിടെ ഭാര്യ ഭർത്താവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓർ ഇസ് തരഹ് ബാതേൻ ചൽത്തി രഹി. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. प्रेमियों की निरर्थक बातें आदि और अंत से हीन पर जीवन को ശക്തി और സുഗന്ധ സെ ഭർനെ വാലി. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പ്രേമസല്ലാപം നടത്തിക്കൊണ്ടിരിക്കുന്നു, അർത്ഥമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതങ്ങനെയാണ്, പ്രേമിക്കുന്നവർ തമ്മിൽ സംസാരിക്കുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഡ്രീം ലോകത്തായിരിക്കും, ഡ്രീം വേൾഡിലായിരിക്കും. അന്തസെ ഹീൻ പർ ജീവൻ കോ ശക്തി ഒരു സുഗന്ധ സെ ഭർനെ വാലി. ജീവിതത്തിന് സുഗന്ധവും ശക്തിയൊക്കെ പകരുന്ന തരത്തിലുള്ള സംസാരങ്ങളാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം തൊട്ട് മോശമായ, അതായത് अंत से हीन पर जीवन को शक्ति और सुगंध से भरने वाली. എല്ലാ മോശമായ കാര്യങ്ങൾക്കും മറികടക്കാൻ ആകുന്ന തരത്തിലുള്ള സുഗന്ധം നിറഞ്ഞ, ശക്തി നിറഞ്ഞ കാര്യങ്ങളാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലേക്കിൻ കുച്ച് ഭി ഹോ സമയക്ക് ശക്തിക്കോ കിസ്നെ താഹ്ലി ഹെ. എന്തിരുന്നാൽ കൂടി, എന്തൊക്കെ ആയിക്കോട്ടെ, സമയക്ക് ശക്തിക്ക് കിസ്നെ താഹ്ലി ഹെ. സമയമാകുന്ന ശക്തിയെ ആരാണ്, ആ ആഴത്തെ ആരാണ് അളക്കുക? സമയമാകുന്ന ശക്തിയെ ആരാണ് അളക്കുക? ആഖിർ ഉൻകി पलकें भारी हो आई, परंतु वे अलसाई झुकी पलकें उन दो प्रेमियों के हृदयों को और भी മാദകത സെ ഭർനെ ലഗി. അതായത് ഇവിടെ സമയം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, അവർ പ്രേമ സല്ലാപം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, സമയക്ക് ശക്തിക്ക് കിസ്നെ താഹ്ലി ഹെ. ആഖിർ അവസാനം ഉൻകി പലകെ ഭാരി ഹോ ആയി, അവരുടെ കൺപോളകൾ, പലകെ ഭാരി ഹോ ആയി, ഭാരം വരാൻ തുടങ്ങി, കൺപോളകൾക്ക് ഭാരം വരാൻ തുടങ്ങി. परंतु वे अलसाई चुकी पलके उन दो प्रेमियों के हृदयों को और भी മാദകത സെ ഭർനെ ലഗി. പക്ഷേ അലസത നിറഞ്ഞ, അടഞ്ഞ അവരുടെ കൺപോളകൾ ആ രണ്ട് പ്രേമികളുടെയും ഹൃദയത്തെ വീണ്ടും
മാദകത്വം നിറച്ചു എന്നാണ് പറയുന്നത്. ഉറക്കം പോലും അവരുടെ ഹൃദയത്തെ മാദകതരാക്കി അല്ലെങ്കിൽ മാദകത്വം നിറച്ചു എന്നാണ്. വേ മർമർ ധ്വനി മേ ഫുസ്ഫുസാനെ ലഗെ, വളരെ കുറഞ്ഞ ശബ്ദത്തോടെ, അതാണ് മർമർ ധ്വനി എന്ന് പറഞ്ഞാൽ, അവർ പിറുപിറുക്കാൻ തുടങ്ങി. എപ്രകാരമാണോ സ്നേഹിക്കുന്നവർ വളരെ പതുക്കെ സംസാരിക്കുന്നത്, അതുപോലെ അവർ പിറുപിറുക്കാൻ തുടങ്ങി. തബി അചാനക്, പക്ഷേ അവർക്ക് ഉറക്കവും വരുന്നുണ്ട്. തബി അചാനക് എക്ക് ജഡ്കാ ലഗ വേ ഭൂരി തരഹ് ഹിൽ ഗയെ, പെട്ടെന്നാണ് അവരിങ്ങനെ ട്രെയിനിൽ സംസാരിച്ച് വളരെ പതുക്കെ സംസാരിച്ചുകൊണ്ട് പ്രേമസല്ലാപമൊക്കെ നടത്തി ഉറക്കം തൂങ്ങിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. പെട്ടെന്ന് ജഡ്കാ ലഗ, ഒരു കുലുക്കം സംഭവിച്ചു ട്രെയിനിന്. വേ ഭൂരി തരഹിൽ ഗയെ, അവരെല്ലാവരും അവർ രണ്ടുപേരും ഇളകി. आज की कक्षा इतना ही। आशा करता हूँ आज की कक्षा आप लोगों को समझ में आए होंगे। धन्यवाद।